പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് ഫലമേ. എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മോശമായി പോയല്ലോ. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറില്ലേ? ഒന്ന് ക്ഷമിക്കാമായിരുന്നു, ഒന്ന് കണ്ണടയ്ക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് പലപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം. ചിലരെങ്കിലും പറയാറുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങനെ കാലേന്ന് ഇങ്ങനെ പെരുവിരലേന്ന് ഇങ്ങനെ ഇരച്ചു കയറും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം. പലരും വലിയൊരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗമാണ്, ഈശോയെ ഞങ്ങളുടെ സംസാരത്തെ ഒന്ന് നിയന്ത്രിക്കണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നന്മ പറയുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈശോ ഇന്ന് നൽകുന്ന അഭിഷേക വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ ഇനി മുതൽ സംസാരിക്കാൻ പോകുന്നത്. എപ്പോഴാണ് അത് സാധ്യമാകുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ. അല്പം കൂടെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള സംസാരം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുന്ന കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും എങ്ങനെയാണ് മറുപടി പറയേണ്ടത്, ആരോട് എന്താ പറയേണ്ടത് എന്നൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ചില കാര്യങ്ങളാണ്. പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും, ചീത്ത പറയുന്ന ശീലങ്ങൾ, നുണ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്, സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള സംസാരം, ഇതെല്ലാം നമ്മളിലുള്ള ഇങ്ങനത്തെ എല്ലാ ദുശ്ശീലങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഇന്നിതാ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ അധരത്തെ നന്മയുള്ളതാക്കി തീർക്കണമേ, നല്ലത് പറയുവാനുള്ള കൃപ നൽകണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സംസാരത്തെ നീ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണമേ. പെട്ടെന്ന് കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും, കള്ളത്തരം പറയുന്ന, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർന്ന വിധത്തിലുള്ള എല്ലാ സംസാരങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളുടെ നാവിനെ നീ നിയന്ത്രിക്കണമേ. നല്ലത് പറയുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ആത്മാഭിഷേക ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വചനങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ നാവ്, അധരം വിശുദ്ധീകരിക്കപ്പെടും. വചനം ഏറ്റുപറഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ എല്ലാ ദിവസവും വായിച്ച് ഈ ഒരു കൃപയിൽ, അഭിഷേകത്തിൽ നമുക്ക് മുന്നേറാം. ഇവിടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അധരത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും